ലോകത്തിലെ ഏറ്റവും ദരിദ്രവും ഒറ്റപ്പെട്ടതുമായ ഒരു രാജ്യം. പട്ടിണിയും കഷ്ടപ്പാടുകളും സാധാരണമായ ഒരിടം. എന്നാൽ അതേ രാജ്യം തങ്ങളുടെ തലസ്ഥാന നഗരിയിലെ ചത്വരത്തിൽ ഒരു സൈനിക പരേഡ് നടത്തുമ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കും. ലക്ഷക്കണക്കിന് സൈനികർ ഒരേ താളത്തിൽ, ഒരേ ചുവടിൽ, ഒരു മനുഷ്യയന്ത്രം പോലെ മുന്നോട്ട് നീങ്ങുന്നു. അവരുടെ കൈകളിൽ തോക്കുകൾ, അവർക്ക് പിന്നിൽ ടാങ്കുകളുടെയും മിസൈലുകളുടെയും നീണ്ട നിര. ഇതൊരു വെറും കാഴ്ചയല്ല, അതൊരു പ്രഖ്യാപനമാണ്. സമ്പത്തോ സമൃദ്ധിയോ അല്ല, സൈനിക ശക്തിയാണ് തങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമെന്ന പ്രഖ്യാപനം. എങ്ങനെയാണ് ഉത്തര കൊറിയയ്ക്ക് ഇത് സാധിച്ചത്? പണമില്ലാതെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സ്വന്തം ജനതയെ പട്ടിണിക്കിട്ട് അവരെങ്ങനെയാണ് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സൈന്യത്തെ നിർമ്മിച്ചെടുത്തത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്ര ഒരു രാഷ്ട്രത്തിന്റെ അതിജീവനത്തിന്റെയും ഒരു ജനതയുടെ നിസ്സഹായതയുടെയും ഒരു ഭരണാധികാരിയുടെ അടങ്ങാത്ത അധികാരമോഹത്തിന്റെയും കഥയാണ്. ഈ കഥയുടെ തുടക്കം രണ്ടാം മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ജപ്പാന്റെ ക്രൂരമായ ഭരണത്തിൽ നിന്ന് കൊറിയൻ ഉപദ്വീപ് മോചിതമാവുകയായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ കൊറിയൻ ജനത കൊതിച്ച നാളുകൾ. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ലോകം രണ്ട് ശക്തികേന്ദ്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയും. കൊറിയയുടെ മണ്ണിലും ആ വിഭജനത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടു. രാജ്യത്തിന്റെ വടക്കുഭാഗം സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലും തെക്കുഭാഗം അമേരിക്കയുടെ നിയന്ത്രണത്തിലുമായി. 38ാം സമാന്തര രേഖ എന്നൊരു നേർത്ത വര ഒരു ജനതയെ രണ്ടായി പകുത്തു. അതൊരു താൽക്കാലികമായ വിഭജനമായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ചരിത്രം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ഈ സമയത്താണ് സോവിയറ്റ് യൂണിയന്റെ തണലിൽ കിം ഇൽ സുങ് എന്ന 33കാരനായ ഒരു മുൻ ഗറില്ല പോരാളി വടക്കൻ കൊറിയയുടെ മണ്ണിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ജപ്പാനെതിരായ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു വിപ്ലവകാരി എന്നതിലുപരി അധികാരത്തിന്റെ വഴികൾ നന്നായി അറിയാവുന്ന ഒരു തന്ത്രശാലിയായിരുന്നു അദ്ദേഹം. കൊറിയൻ ജനതയുടെ ഹൃദയത്തിൽ സ്വാതന്ത്ര്യത്തിനും ദേശീയതയ്ക്കും വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹമുണ്ടെന്ന് കിം ഇൽ സുങ് തിരിച്ചറിഞ്ഞു. ആ ദാഹത്തെ തന്റെ അധികാരത്തിലേക്കുള്ള ചവിട്ടുമടിയാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സോവിയറ്റ് യൂണിയന്റെ പൂർണ്ണ പിന്തുണയോടെ അദ്ദേഹം വടക്കൻ കൊറിയയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാൻ തുടങ്ങി. അതിന്റെ ആദ്യപടി തനിക്ക് മാത്രം വിധേയത്വമുള്ള ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു. അന്നത്തെ വടക്കൻ കൊറിയ ഒരു തകർന്നടിഞ്ഞ പ്രദേശമായിരുന്നു. വ്യവസായശാലകൾ നശിപ്പിക്കപ്പെട്ടു, കൃഷിയിടങ്ങൾ തരിശായി കിടന്നു, ജനങ്ങൾ ദാരിദ്ര്യത്തിലും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിലുമായിരുന്നു. ഒരു പുതിയ സൈന്യത്തെ ഉണ്ടാക്കാനോ അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ആ ഭരണകൂടത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ കിം ഇൽ സുങ്ങിന്റെ കയ്യിൽ പണത്തേക്കാൾ വലിയൊരു ആയുധമുണ്ടായിരുന്നു: ആശയം. ദേശീയതയും കമ്മ്യൂണിസവും ജപ്പാന്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വത്തോടുള്ള വെറുപ്പും ചേർന്ന ഒരു തീവ്രമായ ആശയം. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നമ്മുടെ വിധി നിർണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പുറത്തുനിന്നുള്ള ഒരു ശക്തിയെയും നമ്മൾ ആശ്രയിക്കരുത്. സ്വയം പര്യാപ്തതയാണ് നമ്മുടെ അതിജീവനത്തിന്റെ മാർഗം. ജൂച്ചെ എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായ ഈ ആശയം ഉത്തര കൊറിയൻ ജനതയുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി. ഈ ആശയത്തിന്റെ ബലത്തിൽ അദ്ദേഹം ഒരു സൈന്യത്തെ രൂപീകരിക്കാൻ തുടങ്ങി. ജപ്പാന്റെ സൈന്യത്തിൽ നിന്ന് ഓടിപ്പോയ കൊറിയൻ സൈനികരും ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ പങ്കെടുത്ത കൊറിയൻ പോരാളികളും പിന്നെ രാജ്യസ്നേഹം കൊണ്ട് ആവേശഭരിതരായ യുവാക്കളും ആ സൈന്യത്തിന്റെ ഭാഗമായി. അവർക്ക് നൽകാൻ വലിയ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു: ചിതറിപ്പോയ കൊറിയയെ ഒന്നാക്കുക, ഒരു കമ്മ്യൂണിസ്റ്റ് കൊറിയ കെട്ടിപ്പടുക്കുക. സോവിയറ്റ് യൂണിയൻ ആയുധങ്ങളും പരിശീലനവും നൽകി സഹായിച്ചു. എന്നാൽ സൈന്യത്തിന്റെ വാസ്തവ ശക്തി ആയുധങ്ങളായിരുന്നില്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ജ്വലിച്ച ആശയമായിരുന്നു. ഓരോ സൈനികനും ഒരു പോരാളി മാത്രമല്ല, ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകിയത് രാജ്യത്തെ കർഷകരായിരുന്നു. അവരുടെ യൂണിഫോം തുന്നിയത് ഫാക്ടറി തൊഴിലാളികളായിരുന്നു. രാജ്യം മുഴുവൻ ഒരു സൈന്യമായി മാറുകയായിരുന്നു. സൈന്യത്തിനു വേണ്ടിയുള്ള ഒരു ജനത, ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു സൈന്യം. കിം ഇൽ സുങ്ങിന്റെ ഈ തന്ത്രം അത്ഭുതകരമായി വിജയിച്ചു. 1948 ആകുമ്പോഴേക്കും ഏകദേശം 100,000-ഓളം വരുന്ന മികച്ച പരിശീലനം ലഭിച്ച ഒരു സൈന്യം ഉത്തര കൊറിയയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. അവർ വെറും കൂലിപ്പട്ടാളമായിരുന്നില്ല, മറിച്ചൊരാശയത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ പോരാളികളായിരുന്നു. 1950-ൽ ആ സൈന്യത്തെ ഉപയോഗിച്ച് കിം ഇൽ സുങ് തന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു: കൊറിയൻ ഉപദ്വീപിന്റെ ഏകീകരണം.
തെക്കൻ കൊറിയയെ ആക്രമിച്ച് കീഴടക്കാനുള്ള ആ ശ്രമം കൊറിയൻ യുദ്ധം എന്നറിയപ്പെടുന്ന രക്തരൂക്ഷിതമായ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു. 3 വർഷം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. യുദ്ധം അവസാനിച്ചപ്പോൾ 38ാം സമാന്തര രേഖ എന്നത്തേക്കാളും ശക്തമായ ഒരു വിഭജനമായി മാറി. ഉത്തര കൊറിയയുടെ മണ്ണ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. കെട്ടിടങ്ങൾ തകർന്നു, നഗരങ്ങൾ ചാരമായി. അമേരിക്കൻ ബോംബുകൾ വീഴാത്ത ഒരിടവും അവിടെ ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിൽ 100,000-ലധികം ഉത്തര കൊറിയൻ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. രാജ്യം സാമ്പത്തികമായി പൂജ്യത്തിലെത്തി. ഒരു സാധാരണ രാജ്യം ഈ തകർച്ചയിൽ നിന്ന് കരകയറാൻ പതിറ്റാണ്ടുകളെടുത്തേനെ. എന്നാൽ കിം ഇൽസുങ്ങിന്റെ ചിന്തകൾ മറ്റൊന്നായിരുന്നു. ഈ തകർച്ചയെ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ അവസരമാക്കി മാറ്റി. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന ഒരു രാജ്യത്തിന് മറ്റെന്തിനേക്കാളും ആവശ്യം ശക്തമായ ഒരു സൈന്യമാണെന്ന് അദ്ദേഹം ജനങ്ങളെ വിശ്വസിപ്പിച്ചു. സ്വൻഗുൻ അഥവാ സൈന്യത്തിന് പ്രഥമസ്ഥാനം എന്ന പുതിയൊരാശയം അദ്ദേഹം മുന്നോട്ടുവച്ചു. രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളും എല്ലാ ശ്രദ്ധയും സൈന്യത്തിനു വേണ്ടി മാത്രമായിരിക്കണം. ജനങ്ങൾ പട്ടിണി കിടന്നാലും സൈന്യം ശക്തമായിരിക്കണം. ഈയൊരു ചിന്തയാണ് പണമില്ലാതെ 1,00,000 സൈനികരെ വളർത്തിയെടുക്കാനുള്ള ആ അത്ഭുതവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഉത്തര കൊറിയയെ നയിച്ചത്. യുദ്ധത്തിന്റെ ചാരത്തിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സൈനികവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലൊന്ന് ഉയർന്നുവരാൻ തുടങ്ങുകയായിരുന്നു. യുദ്ധത്തിന്റെ കറുത്ത പുകപടലങ്ങൾ കൊറിയൻ ആകാശത്തു നിന്നും മാഞ്ഞുപോയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഭയത്തിന്റെ കനലുകൾ എരിഞ്ഞുകൊണ്ടേയിരുന്നു. അമേരിക്ക ഏതു നിമിഷവും തിരികെ വരുമെന്നും അണുബോംബുകൾ വർഷിച്ച് തങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും കിം ഇൽസുങ് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ഭയം ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ആയുധമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഒരു രാജ്യം മുഴുവൻ ഒറ്റക്കെട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് പൊതുവായ ഒരു ശത്രു വേണം. ആ ശത്രുവിനെ ചൂണ്ടിക്കാട്ടി കിം ഇൽസുങ് ഉത്തര കൊറിയയെ ഒരു വലിയ സൈനിക ക്യാമ്പാക്കി മാറ്റാൻ തുടങ്ങി. 1962-ൽ അദ്ദേഹം പ്രഖ്യാപിച്ച 4 സൈനിക തത്വങ്ങൾ ഇതിന്റെ അടിത്തറയായിരുന്നു. മുഴുവൻ ജനങ്ങളെയും ആയുധമണിയിക്കുക, രാജ്യം മുഴുവൻ കോട്ടകെട്ടി സുരക്ഷിതമാക്കുക, മുഴുവൻ സൈന്യത്തെയും കേഡർമാരാക്കുക, സൈന്യത്തെ ആധുനികവൽക്കരിക്കുക. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ പ്രായോഗികമായി ഇത് നടപ്പിലാക്കാൻ പണമില്ലാത്ത ഒരു രാജ്യം തിരഞ്ഞെടുത്ത വഴി ക്രൂരവും എന്നാൽ ഫലപ്രദവുമായിരുന്നു. ഇവിടെയാണ് ഉത്തര കൊറിയയുടെ മില്യൺ മാൻ ആർമി എന്ന അത്ഭുതത്തിനു പിന്നിലെ യഥാർത്ഥ രഹസ്യമൊളിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് വലിയൊരു സൈന്യത്തെ നിലനിർത്താൻ വലിയ സമ്പത്ത് ആവശ്യമാണ്. ശമ്പളം, ഭക്ഷണം, താമസം, പെൻഷൻ, ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ വേണം. എന്നാൽ ഉത്തര കൊറിയ ഈ സമവാക്യത്തെ പാടെ തിരുത്തിയെഴുതി. അവിടെ സൈനിക സേവനമെന്നത് ഒരു ജോലിയായിരുന്നില്ല, മറിച്ച് അതൊരു പവിത്രമായ കടമയായിരുന്നു. ഓരോ പൗരനും രാജ്യത്തിന് നൽകേണ്ട നിർബന്ധിത കപ്പം. പുരുഷന്മാർക്ക് 10 വർഷവും സ്ത്രീകൾക്ക് 7 വർഷവും നീണ്ടുനിൽക്കുന്ന നിർബന്ധിത സൈനിക സേവനം. ലോകത്തും മറ്റൊരിടത്തും കേട്ടുകേൾവിയില്ലാത്തത്ര നീണ്ട കാലവളമാണിത്. ഒരു യുവാവിന്റെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടം. അവന്റെ വസന്തം മുഴുവൻ അവൻ സൈനിക യൂണിഫോമിനുള്ളിൽ ഹോമിക്കുന്നു. ഇതിനവർക്കു ലഭിക്കുന്ന പ്രതിഫലമോ? തുച്ഛമായ ഭക്ഷണം, അല്പം മദ്യം, പിന്നെ രാജ്യത്തെ സംരക്ഷിക്കുന്ന വീരനായകനായ എന്ന പേരും. പണമെന്ന ഘടകത്തെ കിം ഇൽസുങ് സമർത്ഥമായി വെട്ടിമാറ്റി. പണം കൊടുക്കാതെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് യുവാക്കളെ പല വർഷങ്ങൾ പിടിച്ചു നിർത്തുക? അവിടെയാണ് ബ്രെയിൻ വാഷിംഗ് എന്ന മനഃശാസ്ത്രപരമായ തന്ത്രം പ്രവർത്തിച്ചത്. ഉത്തര കൊറിയയിലെ ഒരു കുട്ടി അക്ഷരങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കുന്നത് അമേരിക്കൻ ചെന്നായ്ക്കളെ വെറുക്കാനാണ്. സ്കൂളുകളിലെ കണക്കു പുസ്തകങ്ങളിൽ പോലും ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നത് യുദ്ധത്തിന്റെ ഭാഷയിലായിരുന്നു. ഒരു സൈനികൻ 3 അമേരിക്കൻ ടാങ്കുകൾ തകർത്തു, മറ്റൊരു സൈനികൻ 5 ടാങ്കുകൾ തകർത്തു. എങ്കിൽ ആകെ എത്ര ടാങ്കുകൾ തകർക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും അക്രമവും യുദ്ധവും വിതച്ചു. തങ്ങളുടെ പരമാധികാരിയായ നേതാവ് ഒരു ദൈവമാണെന്നും അദ്ദേഹത്തിനു വേണ്ടി മരിക്കുന്നത് സ്വർഗലബ്ധിയേക്കാൾ വലുതാണെന്നും അവർ വിശ്വസിച്ചു. ഈ വിശ്വാസം പട്ടിണിയെയും കഷ്ടപ്പാടിനെയും മറികടക്കാൻ അവരെ പ്രാപ്തരാക്കി.
അവർക്ക് തോക്കുകൾ വെറും ആയുധങ്ങളായിരുന്നില്ല, തങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കാനുള്ള പൂജാപുഷ്പങ്ങളായിരുന്നു. പക്ഷേ സൈനികരെ കൊണ്ട് വെറും കാവൽ ജോലി മാത്രമല്ല ഭരണകൂടം ചെയ്യിച്ചത്. പണമില്ലാത്ത രാജ്യത്തിന് കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും പണിയാൻ തൊഴിലാളികൾ ആവശ്യമായിരുന്നു. കൂലി കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ അവർ സൈന്യത്തെ ഉപയോഗിച്ചു. ഉത്തര കൊറിയയിലെ വമ്പൻ സ്മാരകങ്ങളും വീതിയേറിയ റോഡുകളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും നിർമ്മിച്ചത് സിവിൽ കോൺട്രാക്ടർമാരല്ല, മറിച്ച് ഈ സൈനികരാണ്. തോക്കുപിടിക്കേണ്ട കൈകൾ കൊണ്ട് അവർ മൺവെട്ടിയും പാരയും പിടിച്ചു. പകൽ മുഴുവൻ കഠിനമായ നിർമ്മാണ ജോലികൾ, രാത്രിയിൽ സൈനിക പരിശീലനം. സൈനിക നിർമ്മാതാവ് എന്ന പുതിയൊരു വർഗത്തെ കിം ഇൽസുങ് സൃഷ്ടിച്ചു. ഒരേ സമയം രാജ്യത്തിനു കാവൽ നിൽക്കാനും രാജ്യത്തെ പടുത്തുയർത്താനും കഴിയുന്ന ചിലവില്ലാത്ത തൊഴിലാളികൾ. ഈ തന്ത്രത്തിലൂടെ ഉത്തര കൊറിയൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി സൈന്യം മാറി. അവർ സ്വന്തമായി കൃഷി ചെയ്തു, സ്വന്തമായി ഫാക്ടറികൾ നടത്തി, സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും പലപ്പോഴും സ്വയം കണ്ടെത്തി. ഒരു സൈന്യത്തിന് സ്വയം പര്യാപ്തമാകാൻ കഴിയുമെന്ന് അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇതിനിടയിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒരു സമാന്തര ലോകം തന്നെ ഉത്തര കൊറിയ മണ്ണിനടിയിൽ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾക്കും ചാരവിമാനങ്ങൾക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം ആയിരക്കണക്കിന് തുരങ്കങ്ങളും ബങ്കറുകളും അവർ പർവ്വതങ്ങൾക്കുള്ളിൽ കുഴിച്ചുണ്ടാക്കി. ഇതും ചെയ്തത് ആ പാവം സൈനികർ തന്നെയായിരുന്നു. ആധുനിക യന്ത്രസാമഗ്രികളില്ലാതെ പലപ്പോഴും വെറും കൈകളും ലളിതമായ ആയുധങ്ങളും ഉപയോഗിച്ച് അവർ കരിങ്കൽ പാറകൾ തുരന്നു. ഉത്തര കൊറിയയുടെ ഭൂപ്രകൃതി മുഴുവൻ ഒരു വലിയ കോട്ടയായി മാറി. വിമാനത്താവളങ്ങൾ പോലും മലകൾക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ടു. യുദ്ധമുണ്ടായാൽ ഉത്തര കൊറിയൻ സൈന്യം അപ്രത്യക്ഷമാകും, പിന്നെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇതായിരുന്നു കിം ഇൽസുങ്ങിന്റെ തന്ത്രം. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം വിയറ്റ്കോങ് ഗറില്ലകളോട് പരാജയപ്പെടുന്നത് കണ്ടപ്പോൾ ഉത്തര കൊറിയയ്ക്ക് ആത്മവിശ്വാസം കൂടി. ചെറിയൊരു സൈന്യത്തിന് പോലും വമ്പൻ ശക്തികളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ 1990കളിലേക്ക് കടന്നതോടെ കഥ മാറി. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഉത്തര കൊറിയയ്ക്ക് വലിയൊരു ആഘാതമായിരുന്നു. അതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായവും എണ്ണയും നിലച്ചു. രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. കൃഷിയിടങ്ങൾ വരണ്ടു, ഫാക്ടറികൾ നിശ്ചലമായി, വൈദ്യുതി നിലച്ചു, രാത്രികളിൽ രാജ്യം ഇരുട്ടിലായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷാമം, ആഡ്യോസ് മാർച്ച് എന്നവർ വിളിച്ച ആ ദുരന്തം രാജ്യത്തെ വിഴുങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്നു മരിച്ചു. തെരുവുകളിൽ മൃതദേഹങ്ങൾ കാണപ്പെടുന്നത് പതിവ് കാഴ്ചയായി. സ്വന്തം മക്കളെപ്പോലും ഭക്ഷണത്തിനു വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന അമ്മമാരുടെ നിലവിളികൾ ആ ഇരുണ്ട കാലഘട്ടത്തിൽ മുഴങ്ങിക്കേട്ടു. സാധാരണഗതിയിൽ ഇത്തരമൊരു ക്ഷാമമുണ്ടായാൽ ഏതൊരു ഭരണകൂടവും തകർന്നു വീഴേണ്ടതാണ്. ജനങ്ങൾ കലാപവുമായി തെരുവിലിറങ്ങേണ്ടതാണ്. പക്ഷേ ഉത്തര കൊറിയയിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. കിം ഇൽ സുങ്ങിന്റെ മരണം ശേഷം ഏറ്റെടുത്ത മകൻ കിം ജോങ് ഇൽ പ്രതിസന്ധിയെ നേരിടാൻ കണ്ടെത്തിയ മാർഗം കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പണമില്ലാതിരുന്നിട്ടും അദ്ദേഹം സൈന്യത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചില്ല. പകരം സ്വൻഗുൻ അഥവാ സൈന്യമാദ്യം എന്ന നയം അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ അർത്ഥം ഭയാനകമായിരുന്നു. രാജ്യത്ത് വിളയുന്ന ഓരോ മണിനെല്ലും ആദ്യം പോകേണ്ടത് സൈനികന്റെ പാത്രത്തിലേക്കാണ്, ബാക്കിയുണ്ടെങ്കിൽ മാത്രം സാധാരണക്കാർക്ക്. ആശുപത്രികളിൽ മരുന്നെത്തിയാൽ ആദ്യം സൈനികർക്ക്, വൈദ്യുതി ലഭിച്ചാൽ ആദ്യം സൈനിക ക്യാമ്പുകളിലേക്ക്. പട്ടിണി കിടന്ന് മരിക്കുന്ന ജനങ്ങളോട് ഭരണകൂടം പറഞ്ഞു, നമ്മുടെ സൈന്യം ശക്തമല്ലെങ്കിൽ അമേരിക്ക നമ്മളെ ആക്രമിക്കും, അപ്പോൾ നമ്മൾ അടിമകളാകും. പട്ടിണി കിടന്നാലും നമ്മൾ സ്വതന്ത്രരായിരിക്കണം. ആ വിശപ്പിന്റെ നാളുകളിലും മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി ഉത്തര കൊറിയൻ സൈനികർ മാർച്ച് ചെയ്തു. അവരുടെ യൂണിഫോമുകൾ അഴഞ്ഞുകിടന്നു, മുഖത്ത് വിളർച്ചയുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ അതേ പഴയ തീക്ഷ്ണത നിലനിർത്താൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് സൈന്യത്തിന്റെ ഘടനയിലും മാറ്റങ്ങൾ വരുന്നത്. അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ ഉത്തര കൊറിയ കുറഞ്ഞ ചെലവിൽ വലിയ നാശമുണ്ടാക്കാൻ കഴിയുന്ന വഴികൾ തേടി. രാസായുധങ്ങളും ജൈവായുധങ്ങളും അവർ രഹസ്യമായി വികസിപ്പിച്ചു. സോൾ നഗരത്തെ ലക്ഷ്യമാക്കി ആയിരക്കണക്കിന് പീരങ്കികൾ വിന്യസിച്ചു. സോളിനെ ഒരു തീക്കടലാക്കും എന്ന ഭീഷണി വെറും വാക്കല്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. പണമില്ലാത്തവൻ കല്ലെടുത്തെറിയുന്നതുപോലെ അവർ തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ആയുധമാക്കി. അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ട ലക്ഷക്കണക്കിന് സൈനികർ ആധുനിക ആയുധങ്ങളില്ലെങ്കിലും അവരുടെ എണ്ണം കൊണ്ടും ആത്മവീര്യം കൊണ്ടും ശത്രുവിനെ ഭയപ്പെടുത്തി.
മനുഷ്യ ശരീരങ്ങളെ അവർ ആയുധമാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ യൂണിറ്റുകളിലൊന്ന് അവർ രൂപീകരിച്ചു. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ചാവേർ പോരാളികൾ, ഏത് നിമിഷവും അതിർത്തി കടന്ന് ശത്രുവിൻ്റെ ഹൃദയഭാഗത്ത് നാശം വിതയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യ ബോംബുകൾ. പക്ഷേ ഈ സൈനികർ വെറും യന്ത്രങ്ങളായിരുന്നില്ല. അവർക്കും കുടുംബമുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. നീണ്ട 10 വർഷത്തെ സേവനത്തിനിടയിൽ പലർക്കും തങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ അനുവാദം ലഭിച്ചിരുന്നില്ല. കത്തുകൾ മാത്രമായിരുന്നു ഏക ആശ്രയം. ഗ്രാമങ്ങളിലെ കൊച്ചു വീടുകളിൽ തങ്ങളുടെ മകൻ അയക്കുന്ന കത്ത് കാത്തിരിക്കുന്ന അമ്മമാർ. ആ കത്തുകളിൽ നിറയെ രാജ്യസ്നേഹത്തിൻ്റെ വരികളായിരിക്കും. കാരണം ഓരോ കത്തും സെൻസർ ചെയ്യപ്പെടുമെന്നവർക്കറിയാം. എന്നാൽ വരികൾക്കിടയിൽ വിശപ്പിൻ്റെയും ഏകാന്തതയുടെയും വീടിനെക്കുറിച്ചുള്ള ഓർമ്മകളുടെയും കണ്ണുനീർപ്പാടുകൾ ആ അമ്മമാർക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ചിലപ്പോഴൊക്കെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് രാത്രിയുടെ മറവിൽ ചിലർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പ്. എന്നിട്ടും സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്തിരി വെളിച്ചം തേടി ജീവൻ പണയം വെച്ച് ആ ഇരുണ്ടുമറയ്ക്കുള്ളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ നിശബ്ദമായി കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിൽ പുറം ലോകം കേൾക്കാതിരിക്കാൻ ഭരണകൂടം സൈനിക ബൂട്ടുകളുടെ ശബ്ദം ഉച്ചത്തിൽ കേൾപ്പിച്ചു. ഉത്തര കൊറിയയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ രാത്രികൾക്ക് ഭയാനകമായ നിശബ്ദതയുണ്ട്. ഇടയ്ക്കിടെ കേൾക്കുന്ന പട്രോളിംഗ് പട്ടാളക്കാരുടെ ബൂട്ടൊച്ചകളും ദൂരെ നിന്ന് കേൾക്കുന്ന നായ്ക്കളുടെ കുരയും മാത്രമാണ് ആ നിശബ്ദതയെ ഭേദിക്കുന്നത്. അവിടെ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന സൈനികരുടെ മനസ്സിൽ എന്തായിരിക്കും? പട്ടിണിയും തണുപ്പും അവരുടെ ശരീരത്തെ മരവിപ്പിക്കുമ്പോഴും തലച്ചോറിൽ കുത്തിവയ്ക്കപ്പെട്ട ആശയങ്ങൾ അവരെ ഉറക്കമില്ലാതെ കാവൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ 1990കളിലെ ക്ഷാമകാലത്ത് ആ ആശയങ്ങളുടെ മതിലുകളിലും വിള്ളലുകൾ വീണു തുടങ്ങി. സൈനികർക്ക് പോലും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതായപ്പോൾ അച്ചടക്കം ലംഘിക്കപ്പെട്ടു. കൃഷിയിടങ്ങളിൽ നിന്ന് ചോളം മോഷ്ടിക്കുന്ന സൈനികരും വിശപ്പ് സഹിക്കാനാവാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നവരും അസാധാരണമായ കാഴ്ചയല്ലാതായി മാറി. ഈ സമയത്താണ് ഭരണകൂടം കൂടുതൽ ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കിയത്. ഒരു സൈനികൻ തെറ്റ് ചെയ്താൽ അവന്റെ കുടുംബത്തെ മുഴുവൻ ശിക്ഷിക്കുക, 3 തലമുറകളെ ജയിലിലടയ്ക്കുക. ഭയം വീണ്ടും അവരെ വിധേയരാക്കി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് കിം ജോങ് ഇൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആണവായുധ പദ്ധതിക്ക് തുടക്കമിടുന്നത്. പാരമ്പര്യ ആയുധങ്ങൾ കൊണ്ട് ഇനി അമേരിക്കയെ പിടിച്ചു നിർത്താനാവില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വിമാനങ്ങളും കപ്പലുകളും കാലഹരണപ്പെട്ടവയാണ്. അവ പ്രവർത്തിപ്പിക്കാൻ ഇന്ധനവുമില്ല. എന്നാൽ ഒരൊറ്റ അണുബോംബ് മതി ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ. അസിമെട്രിക് വാർഫെയർ, അല്ലെങ്കിൽ തുല്യമല്ലാത്ത യുദ്ധതന്ത്രം, പണമില്ലാത്തവന്റെ ഏറ്റവും വലിയ ആയുധം. ഇതിനായി അവർ രാജ്യത്തെ ഏറ്റവും മിടുക്കരായ ശാസ്ത്രജ്ഞരെ തെരഞ്ഞെടുത്തു. അവർക്ക് പ്രത്യേക പദവികളും സൗകര്യങ്ങളും നൽകി. ബാക്കിയുള്ള ജനത പട്ടിണി കിടക്കുമ്പോഴും ഈ ശാസ്ത്രജ്ഞർ ലബോറട്ടറികളിൽ രാവും പകലും പണിയെടുത്തു. ഒടുവിൽ 2006-ൽ ഉത്തര കൊറിയ തങ്ങളുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചു. ലോകം മുഴുവൻ അപലപിച്ചു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. പക്ഷേ കിം ഭരണകൂടം ചിരിച്ചു. ആ പരീക്ഷണം വിജയകരമായിരുന്നു എന്നത് മാത്രമല്ല, അതോടെ ആരും തങ്ങളെ തൊടാൻ ധൈര്യപ്പെടില്ല എന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചു. ഇതോടെ സൈന്യത്തിന്റെ മുഖഛായ മാറി. പണ്ട് ദശലക്ഷങ്ങളിന് കാലാൾപ്പടയായിരുന്നു അവരുടെ കരുത്തെങ്കിൽ ഇപ്പോഴത് ന്യൂക്ലിയർ മിസൈലുകളിലേക്ക് മാറി. ഇത് സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം സൈന്യം ഉത്തര കൊറിയയിൽ വെറുമൊരു പ്രതിരോധ സംവിധാനമല്ല, അതൊരു തൊഴിൽദാതാവാണ്, ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്, എല്ലാത്തിലുമുപരി ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഉപകരണവുമാണ്. 2011-ൽ കിം ജോങ് ഇൽ മരിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ലോകം കരുതിയത് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്നാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ രാജ്യത്തെ പരിഷ്കരിക്കുമെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. അദ്ദേഹം സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി, ആണവായുധങ്ങളുടെ എണ്ണം കൂട്ടി, മിസൈൽ പരീക്ഷണങ്ങൾ നിത്യസംഭവമാക്കി. കിം ജോങ് ഉൻ തന്റെ പിതാവിനേക്കാളും മുത്തശ്ശനേക്കാളും തന്ത്രശാലിയായിരുന്നു. സൈന്യത്തിലെ പഴയ ജനറൽമാരെ അദ്ദേഹം നീക്കം ചെയ്തു. പകരം തനിക്ക് വിശ്വസ്തരായ യുവ നേതാക്കളെ നിയമിച്ചു. സൈനികർക്ക് പുതിയ യൂണിഫോമുകളും മെച്ചപ്പെട്ട ഭക്ഷണവും നൽകി. എന്നാൽ അതോടൊപ്പം സൈന്യത്തിനുള്ളിലെ നിരീക്ഷണം കർശനമാക്കി. ഓരോ സൈനികനും മറ്റൊരു സൈനികനെ നിരീക്ഷിക്കണം. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. സൈനിക പരേഡുകൾ കൂടുതൽ വർണ്ണാഭമായി. രാത്രികളിൽ നടക്കുന്ന ആ പരേഡുകളിൽ തിളങ്ങുന്ന ആയുധങ്ങളും റോക്കറ്റുകളും LED ലൈറ്റുകളും കണ്ട് ലോകമമ്പരന്നു.
എന്നാൽ ആ തിളക്കത്തിന് പിന്നിൽ ഇപ്പോഴും മാറാത്ത ഒരു സത്യമുണ്ട്. ഉത്തര കൊറിയൻ സൈനികൻ അടിസ്ഥാനപരമായി ഒരു നിർമ്മാണ തൊഴിലാളി കൂടിയാണ്. ഇപ്പോഴും അവർ റോഡുകൾ വെട്ടുന്നു, പാലങ്ങൾ പണിയുന്നു, സ്കീ റിസോർട്ടുകൾ നിർമ്മിക്കുന്നു. കിം ജോങ് ഉന്നിന്റെ സ്വപ്ന പദ്ധതികളായ അമ്പരചുംബികൾ പടുത്തുയർത്തുന്നത് ഈ യൂണിഫോം ഇട്ട അടിമകളാണ്. ഈ സൈനികരുടെ ജീവിതം ഒന്നടുത്തുനിന്ന് നോക്കിയാൽ അത് നമ്മെ കരയെത്തിക്കും. 17-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങുന്ന ഒരു കുട്ടി 27-ാം വയസ്സിൽ തിരികെ വരുമ്പോൾ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവന്റെ യൗവനമാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ഇന്റർനെറ്റോ ഫോണോ ഇല്ലാതെ 10 വർഷം. അവർക്ക് ലഭിക്കുന്ന ഒരേയൊരു വിവരം ഭരണകൂടം നൽകുന്ന പ്രൊപ്പഗാണ്ട മാത്രമാണ്. അവർ വിശ്വസിക്കുന്നത് ദക്ഷിണ കൊറിയയിൽ ആളുകൾ പട്ടിണി കിടക്കുകയാണെന്നും അമേരിക്കക്കാർ രാക്ഷസന്മാരാണെന്നുമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികർക്ക് തെക്ക് നിന്നുള്ള കാറ്റ് ചില സത്യങ്ങൾ കൊണ്ടുവരും. ദക്ഷിണ കൊറിയൻ സൈനികർ ഉച്ചഭാഷിണിയിലൂടെ കേൾപ്പിക്കുന്ന പാട്ടുകൾ, വാർത്തകൾ, ചിലപ്പോൾ ബലൂണുകളിൽ പറന്നുവരുന്ന ലഘുലേഖകൾ, ഇതൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ മുളയ്ക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണോ, അതോ ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയാണോ? ആ സംശയമാണ് കിം ഭരണകൂടം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിർത്തിയിലെ കാവൽക്കാർക്ക് പോലും പരസ്പരം സംസാരിക്കാൻ അനുവാദമില്ലാത്തത്. ഇടയ്ക്കിടെ ഉത്തര കൊറിയൻ സൈനികർ അതിർത്തി കടന്ന് ദക്ഷിണ കൊറിയയിലേക്ക് ഓടിപ്പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. വെടിയുണ്ടകൾക്ക് നടുവിലൂടെ ജീവൻ പണയം വെച്ചുള്ള ആ ഓട്ടം. അങ്ങനെ രക്ഷപ്പെട്ട ഒരു സൈനികൻ പിന്നീട് പറഞ്ഞത്, എനിക്ക് വിശപ്പായിരുന്നു, എനിക്കെൻ്റെ വയറു നിറയെ ഭക്ഷണം കഴിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓടി എന്നാണ്. ആ ഒരൊറ്റ വാചകത്തിൽ ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയുണ്ട്. ആണവായുധങ്ങളും മിസൈലുകളും ഉണ്ടെങ്കിലും അവരുടെ സൈനികരുടെ വയറ് ഇപ്പോഴും ഒഴിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. 2017 അതിർത്തി കടന്ന ഒരു സൈനികന്റെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് ഡസൻ കണക്കിന് വിരകളെയായിരുന്നു. പോഷകാഹാരക്കുറവിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും ജീവിക്കുന്ന തെളിവ്. ലോകത്തെ വിറപ്പിക്കുന്ന സൈന്യത്തിൻ്റെ ഉള്ളിലെ ദയനീയമായ അവസ്ഥ പുറംലോകമറിഞ്ഞത് അപ്പോഴാണ്. എങ്കിലും ഈ സൈന്യത്തെ കുറച്ചു കാണാൻ ലോകത്തിന് കഴിയില്ല. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഒരു യുദ്ധമുണ്ടായാൽ മരിക്കാൻ അവർ ഭയപ്പെടില്ല. കാരണം അവർ ജീവിക്കുന്ന ജീവിതം തന്നെ ഒരുതരം മരണമാണ്. കിം ജോങ് ഉന്നിന്റെ ഒരു വിരലനക്കത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യാപരമായ ദൗത്യങ്ങൾക്ക് തയ്യാറാകും. ചാവേർ സ്ക്വാഡുകൾ എന്ന ആശയം ഉത്തര കൊറിയയിൽ വളരെ ശക്തമാണ്. തങ്ങളുടെ നേതാവിനു വേണ്ടി ജീവൻ നൽകുന്നത് പരമോന്നത ബഹുമതിയായി അവർ കാണുന്നു. ഈയൊരു ഭ്രാന്തമായ വിശ്വസ്തതയാണ് ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ യഥാർത്ഥ ഇന്ധനം. പണമല്ല, ആയുധമല്ല, മറിച്ച് തങ്ങളുടെ നേതാവാണ് എല്ലാം എന്ന അന്ധമായ വിശ്വാസം. ആ വിശ്വാസം നിലനിർത്താൻ ഭരണകൂടം എന്തും ചെയ്യും. ഇന്ന് ഉത്തര കൊറിയൻ സൈന്യം പുതിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട്: വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച. എത്രയൊക്കെ അടച്ചുപൂട്ടിയാലും പുറംലോകത്തെ വിവരങ്ങൾ പെൻഡ്രൈവുകളിലൂടെയും SD കാർഡുകളിലൂടെയും രാജ്യത്തേക്ക് ഒഴുകുന്നു. ദക്ഷിണ കൊറിയൻ സിനിമകളും നാടകങ്ങളും സൈനികർക്കിടയിൽ രഹസ്യമായി പ്രചരിക്കുന്നു. ഇത് തടയാൻ ഭരണകൂടം കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും യുവസൈനികരുടെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 10 വർഷം കഷ്ടപ്പെട്ടിട്ടും തങ്ങൾക്കെന്ത് ലഭിക്കുന്നു എന്ന ചോദ്യം. ഈ ചോദ്യമാണ് ഭാവിയിൽ ആ മില്യൺ മാൻ ആർമിയുടെ അടിത്തറ ഇളക്കാൻ പോകുന്നത്. തോക്കുകൾ കൊണ്ടല്ല, മറിച്ച് സത്യം കൊണ്ടാണ് ആ കോട്ട തകരാൻ പോകുന്നത്. പക്ഷേ അതുവരെ ആ മനുഷ്യയന്ത്രങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കും. പ്യോങ്യാങ്ങിലെ കിം ഇൽ സുങ് ചത്വരത്തിൽ ബൂട്ട്സുകളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആ ശബ്ദത്തിന് പിന്നിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെയും പറയാതെ പോയ കഥകളുടെയും നിശബ്ദമായ വിലാപമുണ്ട്. ലോകം അവരെ നോക്കി ഭയപ്പെടുന്നു, അല്ലെങ്കിൽ പരിഹസിക്കുന്നു. എന്നാൽ ആ യൂണിഫോമിനുള്ളിൽ മിടിക്കുന്നത് സ്നേഹിക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്ന പച്ച മനുഷ്യരുടെ ഹൃദയങ്ങളാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അവരുടെ കഥ വെറുമൊരു സൈനിക ചരിത്രമല്ല, അത് മനുഷ്യന്റെ സഹനശക്തിയുടെയും അധികാരത്തിന്റെ ക്രൂരതയുടെയും നേർചിത്രമാണ്. എങ്ങനെയാണ് ഒരു രാജ്യം സ്വന്തം ജനതയുടെ രക്തവും വിയർപ്പും കൊണ്ട് ലോകത്തിനു മുന്നിൽ ഒരു ഉരുക്കുകോട്ട തീർത്തത് എന്നതിൻ്റെ ഉത്തരം ആ ഓരോ സൈനികന്റെയും കണ്ണുകളിലുണ്ട്. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ആന്തരിക ഘടനയിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ കാണുന്നത് ഭയപ്പെടുത്തുന്ന ഒരു അധികാര ശ്രേണിയാണ്. സൈന്യത്തിൽ ചേരുന്ന ഓരോ യുവാവും ആദ്യം പഠിക്കുന്നത് ആയുധം ഉപയോഗിക്കാനല്ല, മറിച്ച് മേലുദ്യോഗസ്ഥന്റെ കൽപ്പന അനുസരിക്കാനാണ്. ചോദ്യം ചെയ്യപ്പെടാത്ത വിധേയത്വം. ഇതുറപ്പാക്കാൻ
പൊളിറ്റിക്കൽ ഓഫീസർമാർ എന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ഓരോ യൂണിറ്റിലും ഒരു പൊളിറ്റിക്കൽ ഓഫീസർ ഉണ്ടാകും. കമാൻഡർ പറയുന്നതിനപ്പുറം പാർട്ടി എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. സൈനികരുടെ ചിന്തകൾ പോലും നിരീക്ഷിക്കപ്പെടുന്നു. ആരെങ്കിലും ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാലോ അല്ലെങ്കിൽ സംശയാസ്പദമായി പെരുമാറിയാലോ രാത്രിക്ക് രാത്രി അവർ അപ്രത്യക്ഷമാകും. പിന്നെ ആരും അവരെക്കുറിച്ച് കേൾക്കില്ല. ഈ ഭയം ഓരോ സൈനികന്റെയും നിഴലായി കൂടെയുണ്ട്. സ്വന്തം സഹപ്രവർത്തകനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. ചുവരുകൾക്ക് പോലും ചെവികളുണ്ട് എന്ന പഴഞ്ചൊല്ല് അവിടെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതുകൂടാതെ സൈന്യത്തിലെ ജാതി വ്യവസ്ഥയും വളരെ ശക്തമാണ്. സോങ്ബൻ എന്ന സാമൂഹിക വർഗീകരണമനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്ഥാനം നിർണയിക്കപ്പെടുന്നത്. മുത്തച്ഛൻ ജപ്പാനെതിരെ പൊരുതിയ വിപ്ലവകാരിയാണെങ്കിൽ കൊച്ചുമകന് സൈന്യത്തിൽ ഉന്നത പദവി ലഭിക്കും, നല്ല ഭക്ഷണം ലഭിക്കും, പ്യോങ്യാങ്ങിൽ ജീവിക്കാം. മറിച്ച് പൂർവികർ ജന്മികളോ ക്രിസ്ത്യാനികളോ ആയിരുന്നെങ്കിൽ ആ കുടുംബത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഏറ്റവും അപകടകരമായ ജോലികളാണ്. കൽക്കരി ഖനികളിലോ റേഡിയേഷനുള്ള ന്യൂക്ലിയർ സൈറ്റുകളിലോ പണിയെടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടും. കഴിവല്ല, മറിച്ച് രക്തമാണ് അവിടെ വിധി നിർണയിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഉന്നത പദവിയിലുള്ള ജനറൽമാരുടെ മക്കൾ ഒരിക്കലും മുൻനിരയിൽ യുദ്ധം ചെയ്യാൻ പോകില്ല. അവർ സുരക്ഷിതരായിരിക്കും. സാധാരണക്കാരായ കർഷകരുടെ മക്കളാണ് തോക്കിനു മുന്നിൽ നെഞ്ചുകാട്ടി നിൽക്കേണ്ടത്. ഈ വിവേചനം സൈനികർക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കുന്നുണ്ടെങ്കിലും ആരും അത് പുറത്തു പറയാൻ ധൈര്യപ്പെടില്ല. ഇനി നമുക്ക് സ്ത്രീകളുടെ കാര്യം നോക്കാം. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം സ്ത്രീകളാണ്. നിർബന്ധിത സൈനിക സേവനം അവർക്കും ബാധകമാണ്. പുരുഷന്മാരെക്കാൾ കഠിനമാണ് അവരുടെ ജീവിതം. പകൽ മുഴുവൻ കഠിനമായ പരിശീലനം, രാത്രിയിൽ പലപ്പോഴും മേലുദ്യോഗസ്ഥരുടെ ലൈംഗിക ചൂഷണത്തിനിരയാകേണ്ടി വരുന്നു. സന്തോഷം നൽകുന്ന സംഘങ്ങൾ എന്ന പേരിൽ കിം ജോങ് ഉന്നിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത പെൺകുട്ടികളുടെ ഗ്രൂപ്പുകളുണ്ട്. സ്കൂളുകളിൽ നിന്ന് തന്നെ സുന്ദരികളായ പെൺകുട്ടികളെ ഇതിനായി തിരഞ്ഞെടുക്കുന്നു. അവർക്ക് പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. അവരുടെ ജീവിതം ഭരണകൂടത്തിന്റെ സ്വത്താണ്. സൈന്യത്തിൽ സേവനം ചെയ്യുന്ന സാധാരണ പെൺകുട്ടികൾക്ക് പോലും ആർത്തവകാലത്ത് പാഡുകൾ ലഭിക്കാറില്ല. പലപ്പോഴും തുണികൾ കഴുകി ഉപയോഗിക്കേണ്ടി വരുന്നു. പോഷകാഹാരക്കുറവ് മൂലം പലർക്കും ആർത്തവം നിലച്ചുപോകുന്നു. എന്നിട്ടും അവർക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. പാർട്ടിയുടെ മകൾ എന്ന വിളിപ്പേരിൽ അവർ എല്ലാം സഹിക്കുന്നു. സൈനികർക്ക് നൽകുന്ന പരിശീലനവും അതിക്രൂരമാണ്. തണുപ്പുകാലത്ത് മരവിച്ച നദിയിൽ നീന്തുക, പാറകളിൽ തലയിടിച്ചു പൊട്ടിക്കുക, കിലോമീറ്ററുകൾ ഭാരവും ചുമന്ന് ഓടുക, ഇതൊക്കെ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഇരുമ്പ് മനുഷ്യരാവുക എന്നതാണ് ലക്ഷ്യം. ഇതിനിടയിൽ പരിക്കേറ്റാൽ ചികിത്സ ലഭിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. പലരും പരിശീലനത്തിനിടയിൽ മരിച്ചുപോകുന്നു. ആ മരണങ്ങൾ വീരമൃത്യുവായി വാഴ്ത്തപ്പെടുന്നു. കുടുംബത്തിനൊരു സർട്ടിഫിക്കറ്റും കുറച്ച് അരിയും ലഭിക്കും, അത്രമാത്രം. മനുഷ്യജീവൻ അവിടെ ഒരു വെടിയുണ്ടയുടെ വില പോലുമില്ല. കിം ജോങ് ഉൻ തന്റെ അധികാരമുറപ്പിക്കാൻ സ്വന്തം അമ്മാവനെ പോലും ക്രൂരമായി വധിച്ചത് സൈനികർക്ക് നൽകിയ ഒരു സന്ദേശമായിരുന്നു. എന്റെ രക്തബന്ധുവായാൽ പോലും എന്നെ അനുസരിച്ചില്ലെങ്കിൽ മരണമുറപ്പ്. ജനറൽ ഹ്യോൺ യോങ് ചോൾ എന്ന മുതിർന്ന ഉദ്യോഗസ്ഥനെ വിമാനവേധ തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊന്നത് ഒരു മീറ്റിംഗിനിടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി എന്ന കുറ്റത്തിനായിരുന്നു. ഇത്തരം ക്രൂരമായ ശിക്ഷകൾ സൈനിക മേധാവികളെപ്പോലും വിറപ്പിക്കുന്നു. ആരും സുരക്ഷിതരല്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഈ സൈന്യം യഥാർത്ഥത്തിൽ എത്രത്തോളം ശക്തമാണ്? കടലാസിൽ നോക്കിയാൽ അവർ ഭീമന്മാരാണ്. ദശലക്ഷക്കണക്കിന് സൈനികൾ, ആയിരക്കണക്കിന് ടാങ്കുകൾ, പീരങ്കികൾ. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അവരുടെ ടാങ്കുകൾ പലതും 1960കളിലെ സോവിയറ്റ് മോഡലുകളാണ്. വിമാനങ്ങൾ പലതും പറക്കാൻ പോലും കഴിയാത്തത്ര പഴയതാണ്. ഇന്ധനക്ഷാമം കാരണം പൈലറ്റുമാർക്ക് പറക്കൽ പരിശീലനം ലഭിക്കുന്നത് വർഷത്തിൽ വളരെ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ്. ആധുനിക യുദ്ധത്തിൽ സാങ്കേതികവിദ്യയാണ് പ്രധാനം. അവിടെ ഉത്തര കൊറിയ വളരെ പിന്നിലാണ്. അമേരിക്കയുടെയോ ദക്ഷിണ കൊറിയയുടെയോ അത്യാധുനിക റഡാറുകൾക്കും ഡ്രോണുകൾക്കും മുന്നിൽ ഈ പഴയ ആയുധങ്ങൾ എത്ര നേരം പിടിച്ചു നിൽക്കുമെന്നത് സംശയമാണ്. അതുകൊണ്ടാണ് അവർ സൈബർ യുദ്ധത്തിലേക്ക് തിരിയുന്നത്. ഉത്തര കൊറിയയുടെ ബ്യൂറോ 121 എന്ന ഹാക്കർ സംഘം ലോക പ്രശസ്തമാണ്. തോക്കിനു പകരം കീബോർഡ് ഉപയോഗിക്കുന്ന സൈനികർ. അവർ ലോകമെമ്പാടുമുള്ള ബാങ്കുകൾ ഹാക്ക് ചെയ്ത് പണം മോഷ്ടിക്കുന്നു, രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നു. ഉത്തര കൊറിയയ്ക്ക് ആവശ്യമായ വിദേശ നാണ്യം കണ്ടെത്തുന്നതിൽ ഈ ഹാക്കർമാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ മോഷ്ടിച്ചതും സോണി പിക്ചേഴ്സിനെ ഹാക്ക് ചെയ്തതും ഇവരാണെന്ന് പറയപ്പെടുന്നു. പണമില്ലാത്ത രാജ്യം പണമുണ്ടാക്കാൻ കണ്ടെത്തിയ ഡിജിറ്റൽ കൊള്ള. ഈ സൈബർ പോരാളികൾക്ക് പ്യോങ്യാങ്ങിൽ ആഡംബര ജീവിതം ലഭിക്കുന്നു.
ഇന്റർനെറ്റ് ആക്സസ് ലഭിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഇവർ പെടുന്നു. ആധുനിക യുദ്ധം യുദ്ധക്കളത്തിൽ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് സൈബർ ലോകത്തും കൂടിയാണെന്ന് കിം ജോങ് ഉൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം ഉത്തര കൊറിയ ആയുധ കച്ചവടത്തിലും സജീവമാണ്. തങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതികവിദ്യ ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവർ രഹസ്യമായി വിൽക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൈനിക പരിശീലകരെ അയക്കുന്നു. അവിടെ സ്മാരകങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. ഉപരോധങ്ങൾക്കിടയിലും അവർ പണം കണ്ടെത്താൻ പല വഴികളും നോക്കുന്നു. നിയമവിരുദ്ധമായ മയക്കുമരുന്നു കടത്തും കള്ളനോട്ടടിയും ഭരണകൂടത്തിന്റെ അറിവോടെ നടക്കുന്നുണ്ടെന്ന് ആരോപണങ്ങളുണ്ട്. ഒരു മാഫിയ സംഘത്തെപ്പോലെയാണ് പലപ്പോഴും ആ ഭരണകൂടം പ്രവർത്തിക്കുന്നത്. സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഏത് അധാർമിക വഴിയും അവർ സ്വീകരിക്കും. പക്ഷേ ഈ ഇരുട്ടിനുള്ളിലും പ്രതീക്ഷയുടെ ചെറിയ നാളങ്ങൾ കാണാം. ജാങ് മദാം എന്നറിയപ്പെടുന്ന അനൗപചാരിക ചന്തകൾ ഉത്തര കൊറിയയിൽ വളർന്നു വരുന്നുണ്ട്. ഭരണകൂടം നൽകുന്ന റേഷൻ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ സ്വന്തമായി കച്ചവടം തുടങ്ങി. സ്ത്രീകൾ വീടുകളിലുണ്ടാക്കുന്ന സാധനങ്ങൾ, അതിർത്തി കടന്നുവരുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ അവിടെ കിട്ടും. ഈ ചന്തകൾ ജനങ്ങൾക്ക് സാമ്പത്തികമായ ഒരിത്തിരി സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. സൈനികൾ പോലും പലപ്പോഴും ഈ ചന്തകളെ ആശ്രയിക്കുന്നു. തങ്ങളുടെ യൂണിഫോമിലെ ബട്ടണുകൾ വിറ്റ് ഭക്ഷണം വാങ്ങുന്ന സൈനികരെ അവിടെ കാണാം. മുതലാളിത്തമെന്ന ശത്രുവിനെതിരെ പോരാടുന്ന രാജ്യം പതുക്കെ പതുക്കെ മുതലാളിത്തത്തിന്റെ വഴികളിലേക്ക് അറിയാതെയെങ്കിലും നീങ്ങുന്നു. ഈ മാറ്റം ഭരണകൂടത്തിന് തടയാൻ കഴിയുന്നില്ല. പണമെന്ന യാഥാർത്ഥ്യം ആശയങ്ങളെ തോൽപ്പിച്ചു തുടങ്ങുന്ന കാഴ്ച. കിം ജോങ് ഉൻ അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഉച്ചകോടികൾ, ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമായുള്ള ആലിംഗനം, ഇതൊക്കെ ലോകത്തിന് പ്രതീക്ഷ നൽകിയിരുന്നു. സമാധാനം വരുമെന്നും സൈനികരുടെ ജീവിതം മെച്ചപ്പെടുമെന്നും ജനം കരുതി. എന്നാൽ അതൊക്കെ വെറും നാടകങ്ങളായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷവും ഉത്തര കൊറിയ കൂടുതൽ മിസൈലുകൾ പരീക്ഷിച്ചു. അണുവായുധങ്ങൾ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. കാരണം ആ അണുബോംബുകളാണ് അവരുടെ ജീവൻ രക്ഷാ കവചം. ആ കവചം അഴിച്ചുവെച്ചാൽ ലിബിയയിലെ ഗദ്ദാഫിക്കോ ഇറാഖിലെ സദ്ദാം ഹുസൈനോ സംഭവിച്ച വിധി തങ്ങൾക്കുമുണ്ടാകുമെന്ന് കിം കുടുംബത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് ജനങ്ങൾ പട്ടിണി കിടന്നാലും സൈന്യം പട്ടിണി കിടന്നാലും ആ അണുബോംബുകൾ അവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. പഴയ സുഹൃത്തായ റഷ്യയുമായി അവർ വീണ്ടും അടുക്കുന്നു. ഇതിലൂടെ അവർക്ക് എണ്ണയും ഭക്ഷണവും സാങ്കേതികവിദ്യയും ലഭിക്കും. ഉത്തര കൊറിയൻ സൈനികരെ ഉക്രൈനിലേക്ക് അയക്കുമോ എന്ന ഭയവും ലോകത്തിനുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കൊറിയൻ ഉപദ്വീപിന് പുറത്തേക്ക് ആ സൈന്യത്തിന്റെ സ്വാധീനം വ്യാപിപ്പിക്കും. ലോകസമാധാനത്തിന് അത് വലിയ ഭീഷണിയാകും. ഒറ്റപ്പെട്ട രാജ്യം എന്ന് നമ്മൾ വിളിക്കുമ്പോഴും അവർ ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായ കറുത്ത അധ്യായങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട്. ഈ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. 38ാം സമാന്തരരേഖയ്ക്ക് ഇരുവശവും വിഭജിക്കപ്പെട്ട ഒരു ജനത ഇപ്പോഴും കാത്തിരിക്കുന്നു. വടക്കുഭാഗത്ത് തോക്കേന്തി നിൽക്കുന്ന സൈനികൻ ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധമല്ല, മറിച്ച് ഒരു നേരത്തെ നല്ല ഭക്ഷണമാണ്. തന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി കഴിയാനുള്ള ഒരു ജീവിതമാണ്. തെക്കുഭാഗത്ത് ആധുനിക ലോകത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവർ തങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുന്നു. എന്നെങ്കിലും ഈ മതിൽ തകരുമോ? ആ മില്യൺ മാൻ ആർമി തോക്കുകൾ താഴെവെച്ച് കർഷകരും അധ്യാപകരും കലാകാരന്മാരുമായി മാറുന്ന ഒരു കാലം വരുമോ? ആ ചോദ്യം ബാക്കിയാക്കി ഉത്തര കൊറിയ എന്ന പ്രഹേളിക ഇന്നും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഒരു ശൈത്യകാല സായാഹ്നത്തിൽ പ്യോങ്യാങ്ങിലെ തണുത്തുറഞ്ഞ തെരുവുകളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഭാവഭേദമില്ലാത്ത മുഖങ്ങളെയാണ്. ഓരോ മുഖത്തും എന്തൊക്കെയോ പറയാനുണ്ട്, എന്നാൽ ചുണ്ടുകൾ കൂട്ടിപ്പൂട്ടപ്പെട്ടിരിക്കുന്നു. ആ മൗനമാണ് ഉത്തര കൊറിയയുടെ യഥാർത്ഥ ഭാഷ. അവിടെ ആർക്കും ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല, സ്വന്തം നിഴലിനെപ്പോലും. ഈ അവിശ്വാസത്തിന്റെ അന്തരീക്ഷമാണ് കിം കുടുംബത്തിന്റെ ഭരണത്തിന് ഇത്രയും കാലം ആയുസ് നൽകിയത്. സൈന്യത്തിന്റെ ഉള്ളറകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അവിടെയും കാണാം ഈ അവിശ്വാസത്തിന്റെ നിഴലുകൾ. ഓരോ യൂണിറ്റിലും ബോവിബു എന്നറിയപ്പെടുന്ന രഹസ്യ പോലീസ് സംഘങ്ങളുണ്ട്. അവർ സാധാരണ സൈനികരെ പോലെ വേഷം മാറി നടക്കും. ബാരക്കുകളിൽ, മെസ് ഹാളുകളിൽ, എന്തിന് കുളിമുറികളിൽ പോലും അവർ ചെവി കൂർപ്പിച്ചിരിക്കും. ആരെങ്കിലും ഭരണകൂടത്തിനെതിരെ തമാശ പറഞ്ഞാൽ പോലും അടുത്ത നിമിഷം അവർ പിടിക്കപ്പെടും. ഒരു സൈനികൻ തന്റെ ഡയറിയിൽ എനിക്ക് വിശക്കുന്നു എന്നെഴുതിയതിന് ജയിലിലായ സംഭവങ്ങളുണ്ട്. വിശപ്പ് പോലും അവിടെ ഒരു രാഷ്ട്രീയ കുറ്റകൃത്യമാണ്. കാരണം മഹത്തായ നേതാവിന്റെ ഭരണത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന നുണയാണ് ഔദ്യോഗിക സത്യം. ആ നുണയെ ചോദ്യം ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ഇത്രയും കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിലും ചിലപ്പോഴൊക്കെ മനുഷ്യത്വം അതിന്റെ വഴി കണ്ടെത്താറുണ്ട്.
അതിർത്തി കാവൽക്കാർക്കിടയിൽ രഹസ്യമായ ചില സൗഹൃദങ്ങൾ ഉടലെടുക്കാറുണ്ട്. ദക്ഷിണ കൊറിയൻ സൈനികർ അതിർത്തിവേലിക്കപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്ന സിഗരറ്റുകൾ, ചോക്ലേറ്റുകൾ ഇതൊക്കെ ഉത്തര കൊറിയൻ സൈനികർ രഹസ്യമായി പങ്കിടാറുണ്ട്. ഒരിക്കൽ കനത്ത മൂടൽമഞ്ഞുള്ള ഒരു രാത്രിയിൽ ഒരു ഉത്തര കൊറിയൻ സൈനികൻ വഴിതെറ്റി ദക്ഷിണ കൊറിയൻ പോസ്റ്റിനടുത്തെത്തി. വെടിവെക്കുന്നതിനു പകരം ദക്ഷിണ കൊറിയൻ സൈനികർ അവന് ചൂടുള്ള കാപ്പിയും ബിസ്ക്കറ്റും നൽകി തിരിച്ചയച്ചു. ആ ഒരൊറ്റ നിമിഷം ആ ഒരു കപ്പ് കാപ്പി അവന്റെ ഉള്ളിലെ വർഷങ്ങളായുള്ള വിദ്വേഷത്തിന്റെ മതിൽ തകർത്തുകളഞ്ഞു. അവൻ തിരിച്ചുവന്നത് മറ്റൊരു മനുഷ്യനായിട്ടാണ്. ആ രഹസ്യം അവൻ ആജീവനാന്തം തന്റെ നെഞ്ചിൽ സൂക്ഷിച്ചു. പക്ഷേ ഇത്തരം മാനുഷികമായ നിമിഷങ്ങൾ അപൂർവമാണ്. ഭൂരിഭാഗം സമയവും ആ ജീവിതം നരകതുല്യമാണ്. 2020 ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചപ്പോൾ ഉത്തര കൊറിയ തങ്ങളുടെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. ഒരു ഉറുമ്പിനെപ്പോലും കടത്തിവിട്ടില്ല. പുറം ലോകം കരുതിയത് വൈറസിനെ തടയാനാണെന്നാണ്. എന്നാൽ അതോടൊപ്പം പുറത്തുനിന്നുള്ള വിവരങ്ങളും ഭക്ഷണവും മരുന്നും എല്ലാം തടയപ്പെട്ടു. സൈനിക ക്യാമ്പുകളിൽ രോഗം പടർന്നു പിടിച്ചു. മരുന്നില്ലാതെ സൈനികർ മരിച്ചു വീണു. പക്ഷേ ഔദ്യോഗിക കണക്കുകളിൽ 0 കേസുകൾ മാത്രം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിച്ചു. കുടുംബങ്ങളെ അറിയിച്ചില്ല. അവർ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായി എന്നൊരു സന്ദേശം മാത്രം വീട്ടുകാർക്ക് ലഭിച്ചു. ഏത് യുദ്ധത്തിലാണ് അവർ മരിച്ചതെന്ന് ആരും ചോദിച്ചില്ല. ചോദിക്കാൻ ആർക്കും അവകാശമുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് കിം ജോങ് ഉൻ ഒരു പുതിയ തന്ത്രം പുറത്തെടുത്തത്. അദ്ദേഹം പരസ്യമായി കരഞ്ഞു. ഒരു പാർട്ടി കോൺഗ്രസിൽ സംസാരിക്കവേ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണാൻ തനിക്ക് കഴിയാത്തതിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചു. ഒരു ദൈവം കരയുന്നത് കണ്ട് ജനം അമ്പരന്നു. അതൊരു നാടകമായിരുന്നോ? അതോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നിയോ? ആർക്കും അറിയില്ല. പക്ഷേ ആ കണ്ണുനീർ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള സഹതാപം വളർത്തി. നമ്മുടെ നേതാവ് നമ്മളെയോർത്ത് കരയുന്നു, നമ്മൾ അദ്ദേഹത്തിനു വേണ്ടി ജീവിക്കണം എന്നവർ ചിന്തിച്ചു. ഒരു ഏകാധിപതിയുടെ കണ്ണുനീർക്ക് 1000 തോക്കുകളേക്കാൾ ശക്തിയുണ്ടെന്ന് അന്ന് ലോകം കണ്ടു. ഇന്ന് ഉത്തര കൊറിയയുടെ ഭാവി എന്തായിരിക്കും? കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജുവെ അടുത്തിടെയായി സൈനിക ചടങ്ങുകളിൽ അച്ഛനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ ജനറൽമാർ ആദരവോടെ വണങ്ങുന്നത് കാണാം. ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. കിം കുടുംബത്തിന്റെ ഭരണം അവസാനിക്കുന്നില്ല. അടുത്ത തലമുറയും തയ്യാറാണ്. ആ മില്യൺ മാൻ ആർമി നാളെ ആ പെൺകുട്ടിക്ക് സല്യൂട്ട് ചെയ്യും. അവളുടെ വിരൽത്തുമ്പിൽ ആ ആണവായുധങ്ങളുടെ നിയന്ത്രണം വരും. ചരിത്രം ആവർത്തിക്കുകയല്ല, അത് തുടരുകയാണ്. എന്നാൽ മാറ്റത്തിന്റെ കാറ്റ് എവിടെയൊക്കെയോ വീശുന്നുണ്ട്. ഉത്തര കൊറിയയിലെ യുവതലമുറ ജൂച്ചെ തലമുറയല്ല, മറിച്ച് ജാഗ്മാദാം തലമുറയാണ്. അവർ വിപണിയെ വിശ്വസിക്കുന്നു, പണത്തെ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടത് സ്മാർട്ട് ഫോണുകളും നല്ല വസ്ത്രങ്ങളും വിദേശ സിനിമകളുമാണ്. അവർ ഭരണകൂടത്തിന്റെ നുണകളെ പണ്ടത്തെ പോലെ വിഴുങ്ങാൻ തയ്യാറല്ല. അവർ നിശബ്ദരായിരിക്കാം, പക്ഷേ അവർ അന്ധരല്ല. ഈ യുവതലമുറ സൈന്യത്തിൽ ചേരുമ്പോൾ അവർ പഴയതുപോലെ വിധേയരായിരിക്കില്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളാണ് കിം ഭരണകൂടം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒരുപക്ഷേ ഒരു ദിവസം ആ ഇരുമ്പുമറ തകരും. ബെർലിൻ മതിൽ തകർന്നതുപോലെ, സോവിയറ്റ് യൂണിയൻ ചിതറിയതുപോലെ. അന്ന് ആ ലക്ഷക്കണക്കിന് സൈനികർ തങ്ങളുടെ തോക്കുകൾ ഉപേക്ഷിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിക്കും. അന്ന് പ്യോങ്ലാങ്ങിലെ ചത്വരത്തിൽ പരേഡിന്റെ ശബ്ദമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾ ഉയരും. അതുവരെ നമ്മൾ കാത്തിരിക്കണം. ഉത്തര കൊറിയ എന്ന അടഞ്ഞ പുസ്തകത്തിലെ ഓരോ താളും രക്തവും കണ്ണീരും കൊണ്ട് എഴുതപ്പെട്ടതാണ്. ആ പുസ്തകം എന്നെങ്കിലും പൂർണ്ണമായി വായിക്കാൻ ലോകത്തിന് കഴിയട്ടെ. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഒരു ജനതയുടെ അതിജീവനത്തിന്റെ, ഒരു സൈന്യത്തിന്റെ രൂപീകരണത്തിന്റെ, ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ കഥയാണിത്. ചരിത്രം ചിലപ്പോൾ ക്രൂരമാണ്, പക്ഷേ അത് സത്യമാണ്. ആ സത്യം തിരിച്ചറിയുക എന്നത് വരും തലമുറയുടെ കടമയാണ്. നന്ദി.